ഇടുക്കി മാങ്കുളത്ത് ഫോട്ടോഗ്രാഫറിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് മർദ്ദനമേറ്റ ഫോട്ടോഗ്രാഫർ ജെറിൻ പറയുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും ജെറിൻ വ്യക്തമാക്കി. എൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് എല്ലാം ഉണ്ട്. എന്നെ എന്തിനിടിച്ചു, ആരിടിച്ചു, എവിടെ ഇടിച്ചു, എങ്ങനെ ഇടിച്ചു, എല്ലാ രീതിയിലും ഞാൻ ഇത്രയും എവിഡൻസ് കിട്ടുന്ന ഒരു കേസായിട്ട് പോലും പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല. ഞാൻ മൂന്നാർ സീനെ രാവിലെ എപ്പോഴും വിളിക്കും. ബിക്കോസ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ അറിയാൻ ആകെ സാറിനോട് ചോദിച്ചാലാണ് മനസ്സിലാവുള്ളൂ. നമുക്ക് സീനെ വിളിക്കുമ്പോഴും പ്രോപ്പറായിട്ട് ഒരു എല്ലാം കേസ് എല്ലാം ഇതിൻ്റെ രീതിക്ക് നടക്കുന്നുണ്ട്, അത് നടന്നോളും, പേടിക്കണ്ട എന്നുള്ള രീതിയിലൊരു സപ്പോർട്ട് മാത്രമാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും മാങ്കുളത്തെ സേനയാണ് ഈ കേസ് ഏൽപ്പിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആളെ വിളിക്കുമ്പോഴും ഇത് നടന്നോളും, അതിൻ്റെ രീതിക്ക് നടന്നോളും, ടെൻഷൻ അടിക്കേണ്ട, അത് മാത്രം. പക്ഷേ അത് വെറും ഒരു പാഴ്വാക്കായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. നിലവിൽ എനിക്ക് മനസ്സിലായി, നല്ല രീതിയിൽ രാഷ്ട്രീയ ബന്ധം കൊണ്ട് കളിച്ചിട്ടുണ്ട് ഇവർ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് പോകില്ല കേസ്. ഇപ്പോൾ 10 ദിവസമായിട്ട് 4 ഫാമിലി ഒളിവിലിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കോമൺ മാനും മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നാട്ടിൽ അവരെ എവിടെ പോയി ഒളിച്ചിരുന്നാലും പിടിക്കാൻ പറ്റും സിമ്പിളായിട്ട്. ഏതൊരു മനുഷ്യന് മനസ്സിലാവുന്ന കാര്യമാണ്. എന്നിട്ട് ഇതിനൊരു നടപടി ഒന്നും ഉണ്ടാവുന്നില്ല. ഞാൻ നിലവിൽ DGP അല്ലെങ്കിൽ ഹയർ അതോറിറ്റിക്ക് പരാതി കൊടുക്കാനുള്ള ഓപ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എബിൻ ജോസ് തൊടുപുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. എബിൻ, ജെറിൻ അന്നുള്ള അന്നത്തിനായി ജോലിക്ക് പോകുന്ന യുവാവാണ്, അറിയുന്ന ജോലിക്കായി പോയതാണ്. കല്യാണ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ ഓരോ മൊമെന്റുകളും അത് ഒപ്പിയെടുക്കാൻ പോയ ക്യാമറാമാനാണ്. വധുവിന്റെ ബന്ധുക്കൾ ഇത്ര ക്രൂരമായി മർദ്ദിക്കാൻ കാരണമെന്താണ്? പോലീസ് എന്താണ് പ്രതികളെ പിടിക്കാത്തതിന് കാരണമായി പറയുന്നത്? സുഹൈൽ, ഈ മാസം 16-ാം തീയതിയാണ് മാങ്കുളത്ത് വെച്ച് നിതിൻ അതുപോലെ തന്നെ ജെറിൻ എന്നീ ഫോട്ടോഗ്രാഫർമാർക്ക് മർദ്ദനമേൽക്കുന്നത്. ഈ കല്യാണ ആൽബം ചിത്രീകരിക്കാനായിട്ടായിരുന്നു ജെറിനും നിതിനുമൊക്കെ മാങ്കുളത്തെത്തിയത്. അവിടെ അവർക്ക് തലേ ദിവസം ഒരു മുറി അറേഞ്ച് ചെയ്തിരുന്നു. ഇവിടെ ഈ മുറിയിൽ ഈ വധുവിൻ്റെ ബന്ധുക്കൾ മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ അസൗകര്യം അറിയിച്ചതിലുള്ള വൈരാഗ്യമായിരുന്നു ഈ ജെറിനെയും അതുപോലെ തന്നെ നിതിനെയും വിവാഹശേഷം വാഹനത്തിൽ പിന്തുടർന്നെത്തി മർദ്ദിച്ചത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ അന്ന് പുറത്തു വന്നതാണ്. ക്രൂരമായി മർദ്ദനമാണ് ജെറിന് ഏറ്റത്. മൂക്കിൽ പരിക്കേറ്റു, മൂക്കിൻ്റെ പാലം പൊട്ടുന്ന സ്ഥിതിയുണ്ടായി. ഈ രീതിയിലാണ് മർദ്ദനമുണ്ടായത്. അന്ന് തന്നെ കാര്യം മൂന്നാർ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തു. പക്ഷേ ഇന്നിപ്പോൾ 10 ദിവസം പിന്നിടുന്നു. ഇതുവരെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ സഹിതം ആരൊക്കെയാണ് ഇതിൽ പ്രതികളെന്നുള്ളത് കൃത്യമായി ദൃശ്യങ്ങൾ സഹിതമാണ് ജെറിൻ പരാതി നൽകിയത്. ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വന്നതുമാണ്. എന്നിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടാൻ സാധിച്ചില്ല. നമ്മൾ അന്വേഷിക്കുമ്പോഴും മൂന്നാർ പോലീസ് പറയുന്നത് പ്രതികൾ ഒളിവിലാണ്, വൈക്കം സ്വദേശികളാണ് പ്രതികൾ എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ പോലീസ് അന്വേഷിക്കാൻ ചെന്നിരുന്നു. പക്ഷേ പ്രതികൾ ഒളിവിലാണെന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. ഉടൻ പിടികൂടാനാകുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ജെറിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇത്രയും ദിവസമായിട്ട് പോലീസ് ഈ കാര്യത്തിൽ അനാസ്ഥ കാണിക്കുന്നു എന്നുള്ള ആരോപണമാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നാണ് ജെറിൻ പറയുന്നത്. സുഹൈൽ, ശരി, കയ്യൂക്ക് കൊണ്ട് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന പ്രതികൾ ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്.